ഹലോ ഗൈസ്, വെൽക്കം ടു ഡീപ് ടോക്സ് വിത്ത് ദീപ്തി. ഞാനിവിടെ ക്യാൻഡിൽ വന്നിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 10 ഇയേഴ്സ് ആവാറായി. ഞാൻ ഇതുവരെ കിച്ചണോ വാട്ടർലോ ഏരിയയിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അവിടെ നിന്ന് റീലൊക്കേറ്റ് ചെയ്ത് വേറൊരു സ്ഥലത്തേക്ക് പോകേണ്ട സാഹചര്യം ഇതുവരെ വന്നിട്ടില്ല. ഭയങ്കര വെയിലാണ്. ഞാനിന്ന് വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയ ദിവസം ഭയങ്കര വെയിലാണ്. ഇന്നിവിടെ 31 ഡിഗ്രിയാണ്. ഹീറ്റ് വാർണിംഗ് ഒക്കെ ഉണ്ട്. നാട്ടിൽ നിന്ന് കേൾക്കുന്നവർ വിചാരിക്കുന്നുണ്ടാവും 31 എന്ന് പറയുന്നത് ഭയങ്കര വലിയ സംഭവമാണെന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ ഇവിടെ എന്താണെന്ന് അറിയത്തില്ല, ഹ്യൂമിഡിറ്റിയുടെ വേരിയേഷൻ കൊണ്ടാണോ ഭയങ്കര പുഴുക്കലാണ് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ. മാത്രമല്ല എൻ്റെ വണ്ടിയാണെങ്കിൽ പുറത്താണ് ഞാൻ പാർക്ക് ചെയ്യുന്നത്. അപ്പോൾ പുറത്ത് പാർക്ക് ചെയ്യുമ്പോൾ വണ്ടിയിൽ വന്ന് കയറുമ്പോൾ ഭയങ്കര പുഴുക്കൽ, ഭയങ്കര ചൂടാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം AC ഒന്ന് ഓണാക്കിയിട്ട് വണ്ടി ഒന്ന് റണ്ണിങ് ആക്കിയതിന് ശേഷമാണ് ഞാൻ വണ്ടിയിൽ കയറിയിരുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ പറഞ്ഞു വന്നത്, ഞാൻ ഇതുവരെ കിച്ചണോ വാട്ടർലോ ഏരിയയിൽ നിന്ന് മാറിയിട്ടില്ല. സ്ട്രാറ്റ്ഫോർഡ് എന്ന് പറയുന്ന സ്ഥലത്ത് കുറച്ച് നാൾ, ഒരു 4 months ഞാൻ കോപ്പിന് വേണ്ടിയിട്ട് താമസിച്ചിട്ടുണ്ട് കുറേ വർഷം മുന്നേ. അത് കഴിഞ്ഞ് ഫുള്ള് കിച്ചണോ വാട്ടർലോ ഏരിയയിലായിരുന്നു. ഇപ്പോൾ ആദ്യമായിട്ടാണ് വേറൊരു സ്ഥലത്തേക്ക് ഞാൻ മാറുന്നത്. ഇവിടെ ഒണ്ടാരിയോ തന്നെ ലണ്ടൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തിൻ്റെ അടുത്ത് സെൻറ്റ് തോമസ് എന്ന് പറഞ്ഞിട്ടൊരു കുഞ്ഞു സിറ്റി ഉണ്ട്. അവിടേക്കാണ് ഞാൻ മാറിയത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ജോലിക്ക് വേണ്ടിയിട്ടാണ് മാറി. ഇവിടെ വന്നപ്പോൾ കുറേ സംഭവങ്ങൾ റെയിൽവേ സിറ്റി ആണെന്നൊക്കെ പറഞ്ഞ് കുറേ സംഭവങ്ങൾ ഇങ്ങനെ ഹിസ്റ്ററിയും അത് ഇതൊക്കെ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് കൊളീഗ്സ് പറഞ്ഞ് അത് ഇതൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇതുവരെ എവിടെയും പോകാനൊന്നും ചാൻസ് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇന്ന് നമ്മളൊരു കുഞ്ഞ് സെൻറ്റ് തോമസിലെ സംഭവം റെയിൽവേ സിറ്റി ആണെന്നുള്ളതും അവിടുത്തെ ഒരു മ്യൂസിയം എല്ലാം ഭയങ്കര ബ്യൂട്ടിഫുൾ ആണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ചുമ്മാ ഇറങ്ങിയതാണ്. അപ്പോൾ ലെറ്റ്സ് ഗോ. ഫസ്റ്റ് ഞാൻ വന്നത് ഇവിടുത്തെ എൽഗിൻ കൗണ്ടി റെയിൽവേ മ്യൂസിയത്തിലാണ്. വന്നപ്പോൾ തന്നെ കുറേ പെയിൻറ്റിങ്സ് ഒക്കെ ആയിട്ട് കാണാൻ നല്ല രസമുണ്ട്. പണ്ടത്തെ ട്രെയിൻസിൻ്റെയും ഒരു എലഫൻറ്റിൻ്റെയൊക്കെ അടിപൊളി മ്യൂറൽസ് ഇവിടെയുണ്ട്. അത് കഴിഞ്ഞ് അകത്തോട്ട് കയറിയപ്പോഴാണെങ്കിൽ പണ്ടത്തെ റെയിൽവേ സ്റ്റേഷൻ്റെയും ഇവിടുത്തെ ലോക്കോമോട്ടീവ് ഷോപ്സിൻ്റെയും റെയിൽവേ സ്റ്റേഷനിലെ ആളുകൾ വർക്കേഴ്സൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫോൺസും തയ്ക്കുന്ന മെഷീൻസും അതുപോലെ പണ്ടത്തെ സെൻറ്റ് തോമസിൻ്റെ സിറ്റിയുടെ കുറേ പിക്ചേഴ്സും അങ്ങനെ അടിപൊളിയായിട്ട് ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലെനിക്ക് ഏറ്റവും കൗതുകമായിട്ട് തോന്നിയത് ഇവിടുത്തെ ഫോൺ ഡയറക്ടറിയാണ്. ഞാൻ ആലോചിക്കുകയായിരുന്നു, നമുക്കൊക്കെ ഫോണുള്ളതുകൊണ്ട് എന്ത് എളുപ്പം ഒരു കോണ്ടാക്റ്റ് കണ്ടുപിടിച്ച ആളെ വിളിക്കാൻ. ഈ ഫോൺ ഡയറക്ടർ എന്നൊക്കെ എങ്ങനെ കോണ്ടാക്റ്റ് കണ്ടുപിടിക്കാനാ? ഇതൊക്കെ പേജൊക്കെ മറച്ച് കറക്റ്റ് ലെറ്ററിൽ പോയി നോക്കി അതൊക്കെ തപ്പിപ്പിടിച്ചെടുക്കുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക്കാണ്. അതും കഴിഞ്ഞ് അകത്തോട്ട് ചെന്നപ്പോഴാണെങ്കിൽ ഈ കാർ വർക്ക്ഷോപ്പിലൊക്കെ കയറുമ്പോൾ കുറേ കാറുകൾ കാണുന്ന പോലെ കുറേ ട്രെയിൻസും നല്ല അടിപൊളി ഡിഫറെൻറ്റ് കളേഴ്സിലൊക്കെ. ട്രെയിൻസ് മാത്രമല്ല കേട്ടോ, ട്രെയിൻസിന് മെയിൻ്റനൻസ് ഉപയോഗിക്കുന്ന കുറേ മെയിൻ്റനൻസ് കാർസും ഇവിടെ ഉണ്ട്. ഇവിടെ ബോർഡിലൊക്കെ എഴുതി വെച്ചിരിക്കുന്ന കുറേ ഹിസ്റ്ററിയൊക്കെ വായിച്ചപ്പോഴാണ് മനസ്സിലാവുന്നത്, ഇപ്പം കാണുന്ന ഈ ക്വയറ്റ് ആയിട്ടുള്ള കാമായിട്ടുള്ള ഈ സെൻറ്റ് തോമസ് എന്ന് പറയുന്നതല്ല കുറേ വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടായിരുന്ന സെൻറ്റ് തോമസ് എന്ന് പറയുന്നത്. ഇറ്റ് ഹാസ് എ ഹിസ്റ്ററി വിച്ച് റംബിൾസ് ലൗഡർ ദാൻ ട്രെയിൻസ്. ഈ ടൗണിൻ്റെ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ സോള് നമ്മൾക്ക് മനസ്സിലാക്കണമെങ്കിൽ കുറച്ച് വർഷം പുറകോട്ട് പോകേണ്ടി വരും. കുറേ വർഷങ്ങൾക്ക് മുന്നേ 1850s റെയിൽവേസും ട്രെയിൻസും ഒക്കെ കാനഡയിൽ സ്ഥാനം പിടിച്ച് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് അന്നുണ്ടായിരുന്ന ആരൊക്കെയോ മനസ്സിലാക്കി കാണും സെൻറ്റ് തോമസ് എന്ന് പറയുന്നത് ഒരു ട്രെയിൻ സ്റ്റേഷന്, ഒരു റെയിൽവേ സ്റ്റേഷനെ പറ്റി പെർഫെക്റ്റ് പൊസിഷനാണെന്ന്. അതിന് കാരണം വേറൊന്നുമല്ല, US-ൻ്റെ 2 മേജർ സിറ്റീസ് ബഫലോയിനെയും ഡിട്രോയിറ്റിനെയും കണക്ട് ചെയ്യുന്നൊരു ഡയറക്റ്റ് റൂട്ട് സെൻറ്റ് തോമസ് വഴിയുണ്ടെന്നുള്ളതാണ്. ഓവർ ടൈം ഈ ടൗൺ ഇറ്റ് എക്സ്പ്ലോർഡ് ഇൻ ടു എ റെയിൽവേ സൂപ്പർ പവർ. കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് 1900s ആയപ്പോഴേക്കും ഈ ടൗണിന് റെയിൽവേ ക്യാപിറ്റൽ ഓഫ് കാനഡ എന്ന് അറിയപ്പെടാൻ തുടങ്ങി. അന്നത്തെ മേജർ ട്രെയിൻസായ മിഷിഗൻ സെൻട്രൽ, കാനഡ സദേൺ റെയിൽവേ ആൻഡ് ഗ്രാൻഡ് ട്രങ്കൊക്കെ അതിൻ്റെ മെയിൻ പാസേജ് പോയിന്റ് സെൻറ്റ് തോമസ് ആയി മാറിക്കഴിഞ്ഞു. 26 ഡിഫറെൻറ്റ് റെയിൽ ലൈൻസാണ് സെൻറ്റ് തോമസിലുണ്ടായത്. ഏറ്റവും തിരക്കുള്ള ദിവസങ്ങളിൽ 100-ൽ പരം ട്രെയിൻസാണ് ഈ സിറ്റി കൂടെ പാസ് ചെയ്തു പോയത്. അതിന് കാരണം ഇതൊരു റെയിൽവേ സിറ്റി ആയതുകൊണ്ട് മാത്രമായിരുന്നില്ല. ഈ സിറ്റിയിലുണ്ടായിരുന്ന ജോബ്സും ട്രേഡ്സും ഹോട്ടൽസും ഷോപ്സും എല്ലാം റിവോൾവ് ചെയ്യുന്നത് ഈ റെയിൽവേയുടെ ചുറ്റുമായിരുന്നു. ഇവിടുത്തെ ആൾക്കാരുടെ ലൈഫിൻ്റെ റിതം പോലും ട്രെയിൻസിൻ്റെ ചൂളം വിളികളായി മാറിക്കഴിഞ്ഞായിരുന്നു. എൽഗിൻ കൗണ്ടി റെയിൽവേ മ്യൂസിയം അത് സെൻറ്റ് തോമസിൻ്റെ ഇന്നത്തെ ഹാർട്ട് ആവുന്നതിന് മുന്നേ തന്നെ ഇറ്റ് സെർവ്ഡ് എ ഡിഫറെൻറ്റ് പേർപ്പസ്. ഇറ്റ് വാസൻറ്റ് ബിൽഡ് ടു ഡിസ്പ്ലേ ഹിസ്റ്ററി, ഇറ്റ് വാസ് ബിൽഡ് ടു മേക്ക് ഹിസ്റ്ററി റൺ ഓൺ ടൈം. പണ്ടത്തെ സെൻറ്റ് തോമസിൻ്റെ മെക്കാനിക്കൽ കോർ ആയിരുന്നു ഇന്ന് കാണുന്ന ഈ മ്യൂസിയം ആയിട്ടുള്ള ബിൽഡിംഗ്. അന്ന് ഇതറിയപ്പെടുന്നത് മിഷിഗൻ സെൻട്രൽ ലോക്കോമോട്ടീവ് റിപ്പയർ ഷോപ്പായിട്ടാണ്. 1913 പണിത ഈ റിപ്പയർ ഷോപ്പ് ഇറ്റ് വാസ് എൻ ആർക്കിടെക്ചറൽ മാർവൽ ഫോർ ഇറ്റ്സ് ടൈം. 200-ൽ പരം ഭാരമുള്ള സ്റ്റീം ലോക്കോമോട്ടീവ്സ്
ഇവിടെ കാണുന്ന എനോമസ് ആയിട്ടുള്ള ബേഡോസിൽ കൂടെ അകത്തോട്ട് വരും. വലിയ ക്രെയിൻസിന്റെ സഹായത്തോടെ ഇവിടുത്തെ സ്കിൽഡ് ലേബേഴ്സും ഈ സ്റ്റീം എൻജിൻസ് ഒക്കെ ഡിസ്മാൻഡിൽ ചെയ്ത് സർവീസ് ചെയ്ത് റീബിൽഡ് ചെയ്യുന്ന ഒരു ലോക്കോമോട്ടീവ് റിപ്പയർ ഷോപ്പായിരുന്നു ഇന്നത്തെ ഈ റെയിൽവേ മ്യൂസിയം. കുറച്ചൊന്നുമല്ല, ഹൺഡ്രഡ്സ് ഓഫ് സ്കിൽഡ് വർക്കേഴ്സിന്റെ അന്നത്തെ അന്നമായിരുന്നു ഈ റിപ്പയർ ഷോപ്പ്. ഇതവർക്ക് വെറൊരു ജോലി ആയിരുന്നില്ല, ഇറ്റ് വാസ് എ കോളിംഗ്. അച്ഛനിൽ നിന്ന് മകനിലേക്ക് ഓഫൻ ജനറേഷൻസ് പാസ് ഡൗൺ ചെയ്തിരുന്ന ഒരു കോളിംഗ് ആയിരുന്നു അവർക്ക് ഈ ജോലി എന്ന് പറയുന്നത്. ബഫലോയിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് നിന്നൊക്കെ വന്ന് ചിക്കാഗോയിലേക്ക് പോരുന്ന വലിയ ട്രെയിൻസിന്റെ ഒരു മേജർ സ്റ്റോപ്പായിരുന്നു ഈ റിപ്പയർ ഷോപ്പ്. അവിടെ വന്ന് ഇൻസ്പെക്ട് ചെയ്ത് ഫിക്സ് ചെയ്ത് അവരുടെ ജേർണി കണ്ടിന്യൂ ചെയ്യുന്നതിന് മുന്നേ എല്ലാം ഒന്ന് ഉറപ്പുവരുത്തിയിട്ട് പോകാനുള്ള ഒരു മേജർ സ്റ്റോപ്പ്. This shop ensured that trains could make the rest of the way safely, powerfully and reliably. കുറേ വർഷങ്ങൾ കഴിഞ്ഞ് 1980s ഒക്കെ ആയപ്പോഴേക്കും ഒരു കാലത്ത് ഈ നാടിനെ മൊത്തം കുലുക്കിക്കൊണ്ടിരുന്ന ലോക്കോമോട്ടീവ്സ് അതൊരു ഡിസ്റ്റന്റ് എക്കോ ആയി മാറാൻ തുടങ്ങി. ഡീസൽ ട്രെയിൻസ് മൊത്തം സ്റ്റീം എൻജിൻസിനെ കയ്യേറാൻ തുടങ്ങി. പയ്യെ പല ഡിഫറെന്റ് മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ വന്നതുകൊണ്ട് റെയിൽ ട്രാഫിക് മൊത്തത്തിൽ ഡിക്ലൈൻ ആവാൻ തുടങ്ങി. അതിവിടുത്തെ ട്രാക്സിന് മാത്രമല്ല, ഈ സിറ്റിയെ തന്നെ പിടിച്ചുകൊടുക്കുകയും ഇവിടുത്തെ ഫാക്ടറീസും ഡീപോട്ട്സും വർക്ക്ഷോപ്സും എല്ലാം വൺ ബൈ വൺ ദേ വർ ക്ലോസിംഗ് ദെയർ ഡോർസ്. അതിലൊന്നായിരുന്നു മിഷിഗൻ സെൻട്രൽ ലോക്കോമോട്ടീവ് റിപ്പയർ ഷോപ്പ്. Once a massive structure that stood for 70 years, it's finally closing its doors. ഒരുപക്ഷെ കുറേ ടൗൺസിന് അവിടെ ഒരു കഥയുടെ അവസാനമായിരിക്കും, ബട്ട് നോട്ട് ഇൻ സെന്റ് തോമസ്. 1988 ഒക്കെ ആയപ്പോഴേക്കും ഇവിടുത്തെ ലോക്കൽ സിറ്റിസൻസും കുറച്ച് കമ്മ്യൂണിറ്റി ലീഡേഴ്സും they saw something in this repair shop. They did not see the ruin, they saw a cathedral of Canadian railway history. ഇവിടുത്തെ സ്റ്റീലും കോൺക്രീറ്റും അല്ല അവർ കണ്ടത്, they saw the soul of the city. They believed in the space and thus established the Elgin County Railway Museum with one goal: to protect, preserve and celebrate the railway legacy of St. Thomas. ഇന്ന് ഈ മ്യൂസിയത്തിൻ്റെ അകത്തേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുമ്പോൾ ഇറ്റ്സ് ലൈക്ക് സ്റ്റെപ്പിംഗ് ബാക്ക് ഇൻ ടു ദ ടൈം വെൻ ലോക്കോമോട്ടീവ്സ് were a king. പണ്ടത്തെ സ്റ്റീം എൻജിൻ ലോക്കോമോട്ടീവ്സും ഡൈനിങ് കാർസും വിൻറ്റേജ് കബൂസസും റെയിൽവേ യൂണിഫോംസും ടെലഗ്രാഫ്സും ലാൻഡേൺസും എല്ലാം ഉൾപ്പെടെ ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയാണ് ഈ റെയിൽവേ മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ ഇന്നുള്ളത്. സെൻറ് തോമസിൻ്റെ റെയിൽവേ ഹിസ്റ്ററിയുടെ മെജോറിറ്റി ഓഫ് ദ പോർഷൻ ഹാപ്പിനെസ്സിൻ്റെ പ്രൗഡിൻ്റെ ഒക്കെ ആണെങ്കിൽ പോലും ദർ ഇസ് എ ഡിഫറെൻറ്റ് സ്റ്റോറി ആസ് വെൽ, എ സ്റ്റോറി ഓഫ് സോറോ. അതുകൊണ്ട് തന്നെ മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങി കുറച്ച് വെള്ളമൊക്കെ കുടിച്ചൊന്ന് ഫ്രഷായി ഞാൻ നേരെ വിട്ടത് നമ്മുടെ കഥയിലെ താരത്തിനെ കാണാൻ. മിക്കി മൗസും പിക്കാച്ചും ഇന്നത്തെ ഹോളിവുഡ് സെലിബ്രിറ്റീസും ഒക്കെ വരുന്നതിന് മുന്നേ ഈ ലോകത്തെ മൊത്തം എൻ്റർടൈൻ ചെയ്തിരുന്ന ഒരു പുള്ളി, ജംബോ ദി എലഫന്റ്. 13 അടി ഉയരം, 6 ടൺ വെയിറ്റും, ഒരു ദിവസം 200 കിലോ ഭക്ഷണം പുള്ളി അകത്താക്കിയെന്നാണ് പറയപ്പെടുന്നത്. ഒരു 1882 ഒക്കെ ആയപ്പോൾ അന്നത്തെ ഗ്രേറ്റസ്റ്റ് ഷോ ഓൺ എർത്ത് എന്ന് വിശേഷിപ്പിച്ചിരുന്ന ബാണം ആൻഡ് ബെയ്ലി സർക്കസ്, അതിൻ്റെ ഓണർ PT ബാണം ഈ ജംബോനെ ഇംഗ്ലണ്ടിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി. അന്ന് ജംബോ ലണ്ടൻ വിട്ടു പോന്നപ്പോൾ അത് വലിയൊരു പബ്ലിക് ഔട്ട്ക്രൈയും ന്യൂസ് പേപ്പർ ഹെഡ്ലൈൻസ് ഒക്കെ ഉണ്ടാക്കിയത്. ഇന്നത്തെ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും TV ഒന്നും ഇല്ലാതിരുന്ന ആ കാലത്ത് ഹി വാസ് എ ലിവിങ് മാർവൽ, ദ ബിഗ്ഗസ്റ്റ് ലാൻഡ് മാമൽ എനിവൺ ഹാസ് എവർ സീൻ. കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് 1885 കൃത്യമായി പറഞ്ഞാൽ സെപ്റ്റംബർ 15 ബാണം ആൻഡ് ബെയ്ലി സർക്കസിൻ്റെ ഒരു മെയിൻ ഷോ സെൻറ് തോമസിൽ കഴിഞ്ഞ് അവർ മടങ്ങാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും തുടങ്ങി. ജനക്കൂട്ടമെല്ലാം തിരിച്ചു മടങ്ങിയിരുന്നു. ആനിമൽസിനെ എല്ലാം റെയിൽവേ ബോക്സ് കാർസിലേക്ക് കയറ്റാനുള്ള ശ്രമത്തിലായിരുന്നു. രാത്രിയായിരുന്നു. പെട്ടെന്ന് ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ ഒരു ഫ്രൈറ്റ് ട്രെയിൻ ജംബോയുടെയും ടോം എന്ന് പറയുന്ന ഒരു കുഞ്ഞ് എലഫൻറ്റിൻ്റെയും നേരെ പാഞ്ഞു വന്നു. ട്രെയിൻ ടോം എന്ന് പറഞ്ഞ എലഫൻറ്റിനെ ഇടിക്കുമെന്ന് ഉറപ്പായപ്പോൾ ജംബോ ഓടിച്ചെന്ന് ടോമിൻ്റെ മുന്നിൽ നിന്ന് ആ ഇമ്പാക്റ്റ് മൊത്തം സ്വയം ഏറ്റെടുത്തു. The trains were derailed, the cars were splintered and the jumbo was thrown several meters. ആ ഹിറ്റിൽ സഫർ ചെയ്ത ഒത്തിരി മാസീവ് ഇന്റേണൽ ഇഞ്ചുറീസ് കാരണം
വിത്തിൻ മിനിറ്റ്സ് ജംബോ പാസ്ഡ് അവേ. തോമസിലെ ആൾക്കാർക്ക് അതൊരു സർക്കസ് സ്റ്റോറിയോ ട്രാജഡിയോ മാത്രമായിരുന്നില്ല. ഇറ്റ് വാസ് പേഴ്സണൽ. ജംബോസ് ബ്ലഡ് സ്റ്റെയിൻഡ് ദ വെരി ട്രാക്സ് ദാറ്റ് ദ സിറ്റി വാസ് ബിൽഡ് ഓൺ. എക്സാക്ട്ലി ഒരു 100 വർഷം കഴിഞ്ഞപ്പോൾ 1985 സിറ്റി ഓഫ് സെൻറ് തോമസ് ഇറക്റ്റഡ് എ ലൈഫ് സൈസ് ബ്രോൺസ് സ്റ്റാച്യു ഓഫ് ജംബോ. ഇന്ന് അത് നോർത്ത് അമേരിക്കയിൽ തന്നെ ഏറ്റവും ലാർജസ്റ്റ് എലഫൻറ്റ് സ്റ്റാച്യു ആണ്. ഈ 2 സ്ഥലം പോയി കഴിഞ്ഞപ്പോഴേക്കും ചൂട് കാരണമൊക്കെ ഞാൻ അത്യാവശ്യം മടുത്തായിരുന്നു. അതുകൊണ്ട് ബാക്കി എക്സ്പ്ലോറേഷൻ പിന്നെ ഒരിക്കലാവാമെന്ന് വിചാരിച്ച് ഞാൻ നേരെ വിട്ടു വീട്ടിലേക്ക്.